ഹായ് ഹലോ 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 ഞങ്ങളും ഇന്ന് നാറാണത്തെ പ്രാന്തൻ്റെ മല അങ്ങനെ കയറുക കേട്ടോ. ഞങ്ങളൊരു ലച്ചുമോൾക്ക് 1 വയസ്സുണ്ടാകുമ്പോഴാണ് കയറിയത്. അപ്പോൾ അവൾക്ക് 10 വയസ്സായി. പറ്റിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ 9 വർഷമായി മല കയറിയിട്ട്. 9 വർഷത്തിന് ശേഷം ഞങ്ങൾ വീണ്ടും മല കയറാം കേട്ടോ. ഞങ്ങൾ അന്നൊക്കെ കയറിയപ്പോൾ മല വഴി കൊത്തിപ്പിടിച്ചിട്ടൊക്കെ കയറിയത്. നല്ല ബുദ്ധിമുട്ടായിരുന്നു. വഴികളൊന്നും കൊത്തിപ്പിടിച്ച് കയറണമായിരുന്നു. ഇപ്പോൾ ഫുള്ള് ഒരു സ്റ്റെപ്പാക്കിയുണ്ട്. സ്റ്റെപ്പ് വഴിയാണ് പോണത്. ഞങ്ങൾ ഇങ്ങനെ പോവാണ്. ഉച്ചയ്ക്ക് ശേഷമാണ് മല കയറണത്. നമുക്ക് ഇങ്ങനെ കയറാം. ഇതാണ് മല. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ കയറണം. അതുകൊണ്ട് തിരക്ക് കുറേ കുറവുണ്ട്. അല്ലേ? തിരക്ക് കുറേ കുറവുണ്ടാവണ്ടേ സുഖമായിട്ട് ഇങ്ങനെ കയറാം. ഇത് സ്റ്റെപ്പ് വഴി നല്ല ഇത് മല തന്നെയാണ് കേട്ടോ. മല വഴി തന്നെ കയറണത്. ഞങ്ങൾ കയറുന്നത് മല വഴി തന്നെ കേട്ടോ. ഇപ്പൊ തന്നെ കുഴഞ്ഞു മക്കളെ. ഞങ്ങളേ മല വഴി തന്നെ കയറണത്. ഇപ്പൊ തിരക്ക് കുറവുണ്ടാവും. വെള്ളം ഇങ്ങനെ കയറാം. കുട്ടികളൊക്കെ വീട്ടിലാക്കിയിട്ടേ നൈസായിട്ട് അങ്ങനെ മുങ്ങിക്കാം. അപ്പോൾ കുട്ടികളും കൂടെ നടക്കൂല. ഞങ്ങൾ തന്നെ ഇപ്പോൾ ആകെ അതച്ചു തുടങ്ങി. ഇപ്പോൾ തന്നെ ഇനി എത്ര കയറാണ്ട് ഒരു മല ഒരുപാട് കയറാണ്ട്. ഇപ്പോൾ താഴത്തെ ബേക്കിൽ വഴി കണ്ടില്ലേ, അതേപോലെ മുമ്പിലും കുറേ കയറാണ്ട്. ഞങ്ങൾ ഓരോരോ വഴി ഇങ്ങനെ കാണിച്ചു തരാം കേട്ടോ. ഒരു പാറമടത്തി ഈ പാറ കയറി ചെല്ലണം. തിരക്ക് സമയത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാവരും കൂടി കയറിയാലേ ഒക്കെ കൂടെ കൊട്ടിപ്പറയും. അത് ചവിട്ടിട്ടേ ഇപ്പം നല്ല വൃത്തിയായിരുന്നു ഇവിടെ. കാണുമ്പോൾ തന്നെ ഇത് ഭംഗി. ഓടുക. അയ്യോ നിന്നാരെടുക്കുക. അയ്യോ ഞാൻ കുഴഞ്ഞു മക്കളെ. ഒരു കുപ്പി വെള്ളം വാങ്ങി ഞങ്ങൾ. അല്ലെങ്കിൽ മോളിൽ വെള്ളം കിട്ടാൻ ചാവും. അത് ആ കളനായി മുകളിലെത്തി. ലച്ചിനെടുത്ത് നടന്ന സ്ഥലം ഇജെല്ലാം എടുത്ത് നടന്നിരുന്നു. ഇപ്പം നടക്കൂല. നമുക്ക് ഒറ്റയ്ക്ക് തന്നെ കയറാൻ വയ്ക്കാം. ഓരോരുത്തരൊക്കെ അതവിടെ കയറിയിട്ടേ ഓരോരുത്തരവിടെ നിൽക്കലോടിയായിരിക്കണം. അതാ പോണു. മെലിഞ്ഞോണ്ട് കുഴപ്പമില്ല. നമുക്ക് വേഗം ചാടി കയറി പോവാ. ഓരോരുത്തരത് മരത്തുമ്പൊക്കെ തോന്നിക്കണം. അയ്യോ അമ്മ അയ്യോ പാവൊക്കെ തീരും. അയ്യോ ഇതിൻ്റെ ഇടയിൽ ഫോട്ടോഷൂട്ടും ഉണ്ടോ? കൊയ്ങ്ങ പാറമല ഇപ്പം നമ്മൾ കയറിയതാട്ടോ. ഇവിടുന്ന് ഇങ്ങനെ കുറേ ഉണ്ട്. ഇത് ഫുള്ള് പാറയാണ്. അവിടെ മുകളിലെത്തണം. കൊഴിഞ്ഞില്ലേ? എന്നാ പോവാ സച്ചാർക്ക്. ഇവിടെ നിന്ന് ഞാൻ നിൽക്കും. കുറച്ച് വെള്ളം കുടിച്ചോളെ. ഫോണൊക്കെ കയ്യിലുണ്ട്. ഈ ആവശ്യം കുറച്ചു നേരം ഉണ്ടാവുള്ളൂ. കുറച്ചു നേരം കഴിയുമ്പോൾ അവിടെ ഇരിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ ഇരിക്കുന്നറിയാം. ഈ സമയത്ത് വന്നോണ്ട് തിരക്കില്ലാത്തോണ്ട് കയറാം. ഈ ടൈം ആകുമ്പോ പോരുമ്പോ നമുക്ക് സ്റ്റെപ്പ് വഴി ഇറങ്ങാം. അപ്പുറത്ത് കൂടെ ഇറങ്ങാം. ഇപ്പൊ തിരക്കില്ലല്ലോ. അത് മതി. അയ്യോ അമ്മേ, ഇപ്പൊ മലേന്റെ കാൽഭാഗം പോലും എത്തിയിട്ടില്ല. കയറണുള്ളൂല്ലേ, കാൽഭാഗം ആയിട്ടില്ല. അപ്പൊ ഇന്ന് എത്തൂലേ. ഇതാ പ്രകൃതി രമണി. ഇത് കാൽഭാഗം കൂടി ആയിട്ടില്ല. അപ്പോഴുള്ള കാഴ്ചയാണ് മക്കളിത്. അയ്യോ ഒരു വടി കുത്തിയാലോ. ഇത് മോളിക്ക് നോക്കാം. മല കയറാളാ. മഴ പെയ്ത ഇതൊക്കെ മതി സ്ലിപ്പാവാനേ. താഴ്ചക്ക് എത്തില്ലേ. എടി ചീമൊക്കെ കൂട്ടിച്ചോ. കുത്തനെ കേട്ടാണല്ലോ. അപ്പൊ തിരക്കില്ലല്ലോ. വെല്ല പോയാ അമ്മ. നടക്കില്ല.
പോകല്ല, അപ്പൊ തന്നെ ബോധം പോകും. താണ് ആ പറഞ്ഞ പ്രാന്ത്, നാറാണത്ത് പ്രാന്ത്. അങ്ങനെ ഞങ്ങൾ എത്തി ഭ്രാന്തൻ്റെ അടുത്ത്. ഇത് എന്തൊരു ഭ്രാന്തനാടോ, നോക്കാം. ഒരു 1.5 ഭ്രാന്തനാട്ടോ. പാറ ഉരുളക്കല്ലുകൊണ്ട് മല ഉരുട്ടി കയറ്റുക, എന്നിട്ട് താഴത്തേക്ക് ഇടുക, പിന്നെയും പോവുക, കയറ്റുക. എന്താ അല്ലേ ഇത്? ഇതാ വേക്കിൽ നിൽക്കണം നമ്മളെ ഭ്രാന്ത്, കണ്ടോ? നിൽക്കുന്ന ഭ്രാന്ത് സച്ച. ആ ഇത് വേറൊരു ഭ്രാന്ത്. ആ നിൽക്കുന്നത് അതിലും വലിയൊരു ഭ്രാന്ത്. മലേൻ്റെ മുകളിൽ കയറിയാലുള്ള സീന്. താഴത്തല്ല പച്ച പരവതാനി വിരിച്ച പാടങ്ങൾ, മലകൾ, പ്രകൃതി രമണി. ഇതിന് മുകളിൽ കയറിയാൽ മൊത്തം താഴെ മൊത്തം കാണാം. കണ്ടോ കണ്ടോ കണ്ടോ, താഴെ ഫുള്ള് പാടങ്ങൾ, കൃഷി, നെൽകൃഷിയും കാര്യങ്ങളും ഒക്കെ ഇതിന് മുകളിൽ കയറി കാണണം കേട്ടോ. ആരും പ്ലാസ്റ്റിക് ഉപയോഗിച്ചു. മറ്റേ ഉപ്പാവിന്റെ നാറാണത്ത് ഭ്രാന്തൻ്റെ മല കയറിയാൽ അവിടെ ഉള്ളൊരു ഭഗവതി ക്ഷേത്രമാണത്. ബാക്ക് സൈഡൊക്കെ നല്ല സീനറിയാണ് അതിൻ്റെ. ആ ചെരുപ്പിട്ടോ കുഴപ്പമില്ല. കൃഷ്ണ ഗുരുവായൂരപ്പാണ്. ഇതിൻ്റെ താഴ്ഭാഗം ഒന്നും കാണാനില്ല. ഇവിടെ ഒക്കെ ഫുള്ള് സീനറിയാണ്. മലകളെ കുറേ കാണാം. മലകൾ എന്തായാലും അല്ലേ, ഇവിടെ കാൽപാത അവിടെ പതിഞ്ഞെണ്ണോ, എന്നിട്ട് അതിൽ നീരുറവ ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ അതിൽ വെള്ളം വരുന്നുണ്ട്. അത് ഇന്നത്തെ ദിവസം കൂടുന്നു വെള്ളമൊന്നും എനിക്കറിയില്ല. ഇതെന്താ പറയുക, ഇവിടെ ദേവിയുടെ കാൽപാദം പതിഞ്ഞിട്ടുണ്ട്. അതവിടെ കാണുന്നുണ്ട്, ഇവിടെ വിളക്ക് കത്തിച്ചിട്ട്. പിന്നെന്താ, അവിടെ ഒരു നീരുറവയുണ്ട്, അതിൽ എപ്പോഴും വെള്ളം ഉണ്ടാവുന്നു. ഇപ്പോൾ അതിൽ കുറച്ച് കാണാനുണ്ട്. രാവിലെ ആകുമ്പോൾ ഉള്ളിലേക്ക് കയറാമെന്ന് തോന്നുന്നു. ഇപ്പോൾ പൂട്ടിയിട്ടാണ്. അത് ഈ ദിവസത്തിൽ മാത്രമാണോ പ്രത്യേകം? അല്ല, വെള്ളം പിന്നെ അങ്ങോട്ട് ഉണ്ട് തോന്നുന്നു. വെള്ളം ഒന്ന് കൂടുന്നോ, ആ ചേച്ചി പറഞ്ഞതാ. എനിക്ക് അതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. നമ്മൾ അറിഞ്ഞത് പറഞ്ഞു, അത്രേ ഉള്ളൂ. കാൽപാദം ഉണ്ട്, അത് കാണാണ്ട് അവിടെ. ദേവിയുടെ ദേവിയുടെ കാൽപാദം. ഇവിടെ ദേവി പ്രത്യക്ഷപ്പെട്ടു എന്നാ പറയുന്നത്. ഭ്രാന്തന്റെ നാരായണത്ത് ഭ്രാന്തന്റെ ആളുടെ അടുത്ത് ഇവിടെ പ്രത്യക്ഷപ്പെട്ടു. അതാണ് ആ കാൽപാദം അവിടെ കാണുന്നത്. പ്രകൃതി രമണി അമ്പലത്തിന്റെ ബാക്കിൽ നിന്നു. അതെ, നമുക്ക് വൃത്തിയിൽ കാണാൻ പറ്റും. രാവിലെ വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും. അതെ, എന്നും ഈ ദിവസം തുല ഒന്നിന് മാത്രല്ലേ? രാവിലെ എന്നും നിത്യപൂജ ഉണ്ട്. എന്നുണ്ടോ? പക്ഷെ എത്ര? 8 മണി വരെ. 8 മണി വരെ. ഞാൻ ആദ്യമായിട്ടായിരുന്നു. ഞാനും ആദ്യമായിട്ടാണ് ദിവസം വരുന്നത്. അപ്പൊ ആൾക്കാര് ഈ വണ്ടി വരുന്ന വഴി കൂടെ വരുന്നുണ്ടാവുക.
അവിടെ ഒന്നൊന്നല്ല അത്ര 2-3 കാൽപാതം ഉണ്ട് എന്നൊക്കെയാ പറയുന്നത്. കാണണം ഒരു ദിവസം രാവിലെ വന്നിട്ട് കാണണം. അപ്പൊ തുലാം ഒന്നിന് മാത്രമാണ് വെള്ളം നിറയാതാരണ. അതെ അതെ ആ തുലാമാസത്തിൽ അത് ആ തീർത്ഥം കൊണ്ടാത്ര ഇവിടെ എന്താ പറഞ്ഞ തീർത്ഥം എല്ലാവർക്കും കൊടുക്കണതൊക്കെ ഒരുപാടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ തന്നെയാണ്. അപ്പൊ ഒരു സംഭവമാണ്. അപ്പൊ നമ്മള് ഈ ഐതിഹ്യമൊക്കെ നമ്മൾ ആദ്യമായിട്ട് അറിയാട്ടോ. അതെ, നമുക്ക് ഒരു ദിവസം രാവിലെ വരാൻ പറ്റുകയാണെങ്കിൽ വരണം അത് കാണാൻ വേണ്ടിയിട്ട്. നോക്കാം. 8 മണി വരെ ഉള്ളൂ. അപ്പൊ നേരത്തെ വരും വേണം വരും. അപ്പൊ നമുക്ക് ഇത് ഇപ്പുറത്തെ സൈഡിൽ കൂടെ വണ്ടികൾ വരാനുള്ള സ്ഥലമുണ്ട്. അങ്ങനെയും വരാം. പക്ഷെ ഒന്നും കൂടി ഇതേവ നല്ലത് വണ്ടികൾ കയറുന്നത് ഈ വഴിയാണ്. അപ്പൊ ഇവിടുത്തെ ഐതിഹ്യങ്ങളൊക്കെ അങ്ങനെയാണ്. മനസ്സിലായില്ലേ ആൾക്ക് സത്യം ഉണ്ടെന്നുള്ളത്. അപ്പൊ നമ്മള് വെറും പ്രാന്തെന്ന് പറയണത് വെറുതെയാണ്. ആൾക്കും ശക്തിയൊക്കെ ഉണ്ടല്ലേ. അപ്പൊ അങ്ങനൊക്കെയാണല്ലേ. ഇവിടുന്ന് പള്ളി ഉണ്ടെങ്കിലേ മറ്റേ ഇതിന് ബാമ്പു പോയിച്ചിട്ട് ചാട്ടിനോണ്ടേ കൊയ്ച്ചിട്ട് പോകും. മക്കളെ ഞങ്ങളെ മലക്ക് തീരുമാനമായിട്ട് ഇറങ്ങി. മല ഇറങ്ങി. ഞങ്ങൾ കയറി വഴി തന്നെ ഇറങ്ങണം കേട്ടോ. ആ മുകളിൽ കാണുന്ന ഭാഗതാ അതാണ് മല കയറിയ ഭാഗം. ഞങ്ങളിപ്പോ ഇങ്ങനെ ഇറങ്ങണ താഴത്തേക്ക്. എന്തായാലും ഇതൊക്കെ ഒന്ന് കേറുന്നത് നല്ലതാണ്. എന്തുകൊണ്ടും വല്ല പാവൊക്കെ ഉണ്ടെങ്കിൽ അധികം പോകും. ഒരു സംശയമില്ല. നമ്മള് ഇവിടെ കയറിയതിന്റെ ശേഷം ഇപ്പൊ തിരക്കില്ലാത്തോണ്ട് കയറിയോണ്ടാണ് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയത്. അവിടെ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളറിയാത്ത കുറേ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്കിപ്പോ എന്താ സ്വാഭാവികമായിട്ട് തുലാമാസം 1-ാം തീയതി മല കയറുക എന്നുള്ളത് മാത്രമേ അറിയുള്ളൂ. പക്ഷെ ഇത് കുറേ കാര്യങ്ങള് അറിയാണ്ട്. ദേവി സത്യമുള്ള കാര്യമാണ്. ദേവി ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നുള്ളൂ. ദേവി അവിടെ പ്രത്യക്ഷപ്പെട്ടതും ദേവിന്റെ കാൽപാദം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നിത്യപൂജ ഉണ്ട്. അപ്പൊ സത്യമുള്ള ഒരു സംഭവം തന്നെയാണ്. അതാ സത്യം അല്ലാന്നല്ല കേട്ടോ അത്ര കാലം പറഞ്ഞത്. നമ്മളൊക്കെ വിചാരം എന്താ പറയുക, ഇയാൾക്ക് പ്രാന്താണ്, സാധനം മോളിക്ക് ഉരുട്ടി കയറ്റുക എന്നിട്ട് അവിടെ താഴ്ത്തിക്ക് ഇടുക, അതൊക്കെയാണ്. ഇപ്പൊ നമ്മൾ വന്നപ്പോഴാണ് ഇതിന്റെ സത്യാവസ്ഥ ഒക്കെ മനസ്സിലായത്. അപ്പൊ നമുക്ക് സത്യം ഉണ്ടെന്ന് മനസ്സിലായി. അല്ലേ, അറിവുകൾ നമ്മൾ കിട്ടുമ്പോഴല്ലേ നമുക്ക് അതിനെ കുറിച്ച് ഒന്നും കൂടി ഒരു ബോധം ഉണ്ടാവുള്ളൂ. അതാണ് ഉദ്ദേശിച്ചത്. അല്ലാണ്ട് വിശ്വാസമില്ലാത്തതും ഒന്നും അല്ലാത്തതും അല്ല കേട്ടോ. ഇനിയിപ്പോ അത് തെറ്റിദ്ധരിക്കരുത്. ഇപ്പൊ എന്തായാലും ഞങ്ങള് കേറി ഇപ്പൊ മല ഇറങ്ങാണ്. നമുക്ക് താഴത്തെ എത്തിയിട്ട് കാണട്ടോ. എന്നാലും കുത്തനുള്ള ഇറക്കാണ് ഇത്. ശരിക്ക് ഇത് കയറാനേ പറ്റുള്ളൂ. ഇറങ്ങണത് വേറെ വഴിയാണ്. അപ്പൊ തിരക്കില്ലാത്തോണ്ട് നമ്മള് വന്ന വഴി തന്നെ ഇറങ്ങാണ് കേട്ടോ. ദൂരം തോന്നുന്നു. ഇതാകുമ്പോ നേരെ കുത്തനുള്ള ഇറക്കാണെന്ന് മാത്രമേ ഉള്ളൂ. തിരക്കില്ലാത്തോണ്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. അല്ലെങ്കിൽ അവർ കിടത്തി വിടൂല, അപ്പുറത്ത് കൂടെ വിടുള്ളൂ. അപ്പൊ നമ്മള് തിരക്കില്ലാത്ത ടൈം വന്നോണ്ട് എല്ലാം അറിയാനും പറ്റി, ഇതുവഴി ഇറങ്ങാനും പറ്റി കേട്ടോ. നമുക്ക് താഴത്തെ എത്തിയിട്ട് കാണാം. മല ഇറങ്ങട്ടെ മച്ചാമാരെ. കഴിഞ്ഞു, മല ഇറങ്ങി കഴിഞ്ഞു. ഇനി ഞങ്ങള് നേരെ വീട്ടിലേക്ക്. പോന്നപ്പോ വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. പോന്നപ്പോ സുഖല്ലേ. കേറുമ്പോഴുള്ള ചെറിയ ക്ഷീണം, കേറുമ്പോ ഭയങ്കര പ്രശ്നം. സ്വാഭാവികം, അത്രയും വലിയ മലയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഇക്കൊല്ലത്തെ മലകയറ്റം കഴിഞ്ഞു. മലകയറ്റം കഴിഞ്ഞു, ഇറക്കും കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത കൊല്ലം കാണാം. അപ്പോൾ നമ്മളെ ഇന്നത്തെ ചെറിയ വീഡിയോ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ബൈ.